ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മെലോഷിയാണ് കേട്ടോ. വെളിച്ചാകുമ്പോഴത്തെയാണ് ഉണ്ടാക്കിയ ഫുഡാണ് ഞാൻ പിടിച്ചിരിക്കണേ. അതുകൊണ്ട് എൻ്റെ സൗണ്ടൊന്നും വളരെ ക്ലിയർ അല്ല കേട്ടോ. കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും കുമ്പളങ്ങയും ഇട്ടിട്ട് മെലോഷിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മെലോഷി എന്ന് പറഞ്ഞാൽ അറിയോ? മെലോഷിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ പരിപ്പ്, കുമ്പളങ്ങ പച്ചമുളക് ഓക്കെ അതിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ഗ്ലാസ് വെള്ളം, ഉപ്പ്, അപ്പോൾ അങ്ങനെ ഉപ്പ് ഇട്ട് ഒരടി അടിച്ചെടുക്കാം. ഒരടിയല്ല കേട്ടോ, രണ്ടടി അടിക്കേണ്ടി വരും പരിപ്പുള്ള കാരണം. ഇത് നമുക്ക് അടപ്പത്ത് വെച്ച് രണ്ടടി അടിച്ചെടുക്കാം കേട്ടോ. ഇനി അത് വെന്ത് കുമ്പളങ്ങയും പരിപ്പും ഒക്കെ വെന്ത് ഇറക്കുമ്പോൾ നമ്മൾ ഈ കരിവേപ്പില ഇട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കാരണം എളുപ്പത്തിൽ വയ്ക്കാൻ പറ്റിയൊരു കറിയാണ് മെലോഷി. നമ്മളിപ്പോൾ എന്നാൽ ടേസ്റ്റോ നല്ല രസമായിരിക്കും. കരിവേപ്പിലയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ ഷെയർ ചെയ്യണം, ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ഇത്തിരി വെള്ളം അധികമുള്ള പോലെ തോന്നിയപ്പോൾ ഇത്തിരി വെള്ളം വറ്റിച്ചു. ഇനി കറിവേപ്പില ഇടണം. കറിവേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്രയേ ഉള്ളൂ. കണ്ട എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയാം ചോറിന്. കുമ്പളങ്ങ ഉടയാണ്ട് വേണം, കുമ്പളങ്ങ ഉടയരുത്. വേണ്ട, എളുപ്പത്തിൽ കഴിയുന്നൊരു കറിയാണ് ഉണ്ടാക്കാൻ പറ്റിയത്. എന്നാൽ നല്ല ടേസ്റ്റിയാണ്.